ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ചധികം സ്ഥലമുള്ള പുതിയൊരു വീട് കിട്ടുമെന്ന്, എല്ലാ സൗകര്യമുള്ള പുതിയൊരു വീട്. അവർക്ക് വേണ്ടിയാണ് ഈ വീട്. ഇഷ്ടം പോലെ സ്ഥലം, 15.5 സെൻറ്റ് സ്ഥലവും വെറും 6 മാസം മാത്രം പഴക്കമുള്ള, ആരും താമസിക്കാത്ത വീട്. എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഒരു ഹൈപ്പും. മുറ്റത്ത് ഒരു കിണറുണ്ട്. എത്ര വേനൽ വന്നാലും വെള്ളം പറ്റൂല. എന്താ ഭംഗി നോക്കി. ആ ഫ്രണ്ടിലൊക്കെ നിങ്ങൾക്ക് പൂന്തോട്ടം ഉണ്ടാക്കണമെങ്കിൽ പൂന്തോട്ടം ഉണ്ടാക്കുക. അതല്ല കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യുക. അത് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാൻ അല്ല ഇത്. സീലിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ TV ഏരിയ, LED ലൈറ്റും കാര്യങ്ങൾ, ഇൻറ്റീരിയൽ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിറങ്ങാണ്. കണക്ഷൻ കൊടുത്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഡൈനിങ് ഹാള് കണ്ടോ, വലിയൊരു ഡൈനിങ് ഹാള്. ഇനി കിച്ചണും സെക്കൻഡ് കിച്ചണും എല്ലാം വേണ്ടട്ടാ. നമുക്ക് ഒരറ്റത്തുനിന്ന് തുടങ്ങി കാണാം. ഫസ്റ്റ് ബെഡ്റൂം. ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കി നിങ്ങൾ. നമ്മൾ കൊണ്ടുവന്ന് തന്നെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെറുതൊന്നും ആയിരിക്കും. എല്ലാവരും നല്ല ഭംഗിയുള്ളതും നല്ല ഗ്രാൻഡ് വീട്. നിങ്ങൾക്ക് വേണ്ടി കേരളം മുഴുവനും ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്. ബാത്റൂമൊക്കെ കണ്ട. നിങ്ങൾ കേരളത്തിലൊരു വീട് വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇനി രണ്ടാമത്തെ ബെഡ്റൂം വേണം. എല്ലാം നല്ല സൗകര്യമുള്ള ബെഡ്റൂം. ഇതാണ് വാഷ് കൗണ്ടർ ഏരിയ. നമ്മുടെ ELC കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പവർ ബാക്കപ്പ് സെറ്റ് ചെയ്യാനുള്ള, ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള ഏരിയയാണ്. അതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ അവിടെ ഓക്കെയാണ്. രണ്ടാമത്തെ ബെഡ്റൂം. അതിൻ്റെ കബോർഡ്. എൻ്റെ ബാത്റൂം. ഇവിടെ ആണെങ്കിൽ ഒരു ഡ്രസ്സിങ് ഏരിയ ആണ്. എല്ലാ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ ഇങ്ങനെ ഒരു ഡ്രസ്സിങ് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള ഏരിയയാണത്. എൻ്റെ ബാത്റൂം. എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ്ട. നിങ്ങൾക്ക് വന്ന് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി. കാരണം ഞാൻ അങ്ങനെയുള്ള വീടുകൾ മാത്രമേ നോക്കി ചെയ്യുള്ളൂ. കാരണം നമ്മൾ മറ്റേ തട്ടിക്കൂട്ട് വീടുകളൊന്നും ഏറ്റുപിടിക്കാറില്ല. എല്ലാം അന്വേഷിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. മെയിൻ കിച്ചൺ. ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ വരുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വേണ്ട ഒരു സ്റ്റോർ റൂം, അത് സെറ്റ് ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് കിച്ചൺ ഉണ്ട്. നിങ്ങളുടെ റഫ്യൂസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഒരു സെക്കൻഡ് കിച്ചൺ. അവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട്. അതിനുള്ള വേസ്റ്റ് വാട്ടറിനുള്ള പൈപ്പും വെള്ളത്തിനുള്ള പൈപ്പ് എല്ലാനും കറണ്ട് കണക്ഷൻ എല്ലാം അവിടെ ഉണ്ട്. നേരെ പോർച്ചിലോട്ടുള്ളതാണ്. അത് നമുക്ക് ഈ വാതിലും തുറന്നിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വരണമെങ്കിലൊക്കെ നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. ഇനി നമുക്ക് മുകളിലോട്ട് കയറാം. മുകളിലത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണണ്ടേ. അതിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് കംപ്ലീറ്റ് ഗ്രാനൈറ്റാണ് ഇട്ടേക്കണം. അതേപോലെ തന്നെ ഹാൻഡ് റെയിലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതായത് മുകളിൽ വരുമ്പോഴേക്കും ആവശ്യത്തിന് വലിപ്പമുള്ള, ആവശ്യത്തിനല്ല ഭയങ്കര വലിപ്പമുള്ളൊരു ഹാള്. ഫസ്റ്റ് ബെഡ്റൂം. ഒരറ്റത്തുനിന്ന് തുടങ്ങി കാണാം നമുക്ക്. ഒരു അവിടം വരെ പോയി തിരിച്ചു തന്നെ നല്ലത്. നമുക്ക് സമയം ലാഭിക്കാം. അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ. കബോർഡ് തുറന്ന് കാണിച്ചില്ല. നല്ല സ്റ്റോറേജ് സ്പേസുകളുണ്ട. എല്ലാം ഇതുപോലത്തെ കബോർഡുകളുണ്ട. നിങ്ങളെല്ലാം നോക്കിക്കോട്ടെ. എല്ലാത്തിനും ഇതാണ് സെയിമാണ് എല്ലാവരും. 2 ഡ്രോയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഡ്രസ്സിങ് ഏരിയ, അതിൻ്റെ ബാത്റൂം കണ്ട. എല്ലാവരും പക്കയാണ്. ഇത് 15.5 സെൻറ്റ് സ്ഥലം, 15.5 സെൻറ്റ് സ്ഥലവും 2500 സ്ക്വയർ ഫീറ്റ്, 5 അറ്റാച്ച്ഡ് ബെഡ്റൂമും. അപ്പോൾ എങ്ങനെയുണ്ട്? ബെഡ്റൂമിന് കുറവുണ്ടെന്ന് പറയരുത്. 4ാമത്തെ ബെഡ്റൂം കണ്ടത്. താഴത്തെ 2 കണ്ടത്, മുകളിൽ 2ാമത്തത്. ഇപ്പോൾ 4 ബെഡ്റൂം നിങ്ങൾ കണ്ടില്ലേ. ഒരു വലിയ ഫാമിലിക്ക് താമസിക്കാനുള്ള രീതിക്കാണ് ഈ വീടിൻ്റെ നിർമ്മാണം. 5 ബെഡ്റൂമുള്ളത്, 5 അറ്റാച്ച്ഡ് കണ്ട. ഞാൻ പറഞ്ഞേ ഈ കബോർഡ് എല്ലാം ഒരുപോലെ തന്നെ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം കബോർഡ്. ഇനി നമുക്ക് 5ാമത്തെ ബെഡ്റൂം. ഇതാണ് 5ാമത്തെ ബെഡ്റൂം തന്നെ കണ്ട. ബെഡ്റൂം എല്ലാം നല്ല വലിയ ബെഡ്റൂം വേണ്ട. 15.5 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റ്, വെറും 6 മാസം മാത്രം പഴക്കം. ഈ വീടിന് ചോദിക്കണ വില 1,40,00,000 രൂപയാണ്.
അത് നെഗോഷ്യബിൾ ആണ്ട, അത് നിങ്ങൾ നേരിട്ട് സംസാരിച്ചാൽ മതി. വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിക്കുക. ദേ ഓപ്പൺ ഏരിയ, ഇവിടെയും വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ട. ഇവിടെയും ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണക്കാനിടാണ്ട. ഇത് വെള്ളത്തിൻ്റെ പൈപ്പ്, കറണ്ട് ലൈന്, താഴത്ത് വേസ്റ്റ് വാട്ടറിൻ്റെ പൈപ്പ് ഉണ്ട്. കണ്ട അടുത്തുള്ള വീടുകളൊക്കെ കണ്ട. ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് നമ്മുടെ ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി തെങ്ങണ ജംഗ്ഷൻ അടുത്തായിട്ടാണ് ഈ വീട്. ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. കണ്ടാ അടുത്തുള്ള വീടുകളൊക്കെ ഉണ്ട്, നല്ല പോഷ് വീടുകളാണ് ചുറ്റിനുള്ളത്. ഇതാണ് ബാൽക്കണി. എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യുക. നല്ല അത് ടൗണാണോയെന്ന് വെച്ചാൽ ടൗണാണ്, എന്നാൽ ടൗണിൽ നിന്ന് ഒഴിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ ഒഴിഞ്ഞിട്ടുമാണ്. നല്ല ഒരു ഏരിയ. അപ്പോൾ ചങ്ങനാശ്ശേരിയിലൊക്കെ വീട് വേണമെന്ന് താല്പര്യമുള്ളവർ, ഒരു വലിയ വീടിൻ്റെ ആവശ്യമുള്ളവർ ഈ 15.5 സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി വാങ്ങിച്ചോ. ഇതിനാണെങ്കിൽ അവർ 1.40 ചോദിക്കണമെങ്കിലും കുറച്ച് കിട്ടും. ഇത് നമുക്ക് ഈ വീടിൻ്റെ പുറത്ത് ഏരിയ ഉണ്ട്, ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ, അത് പോയി ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്. കാരണം ഒരു വീട് കാണുമ്പോഴൊക്കെ അതിൻ്റെ ചുറ്റുപാടും കൂടി കണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടും വീടിൻ്റെ അകവും കണ്ട്, ഇനി വീടിൻ്റെ 4 വശവും കൂടിയും കണ്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. വേറെ ഒന്നുമില്ല, വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ മുഴുവൻ കണ്ട് വീട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ കാണാൻ വേണ്ടി വന്നാൽ മതി. അത് വില കൊണ്ട് ഒത്താൽ, വില കൊണ്ട് ഒത്തില്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് കാര്യമില്ലല്ലോ. കണ്ടോ ഒരിക്കലും പറ്റാത്ത കിണറാണ്. കണ്ടോ എൻ്റെ വെള്ളം കിടക്കണുണ്ടോ. കണ്ടത് ഇവിടെ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ബാക്കിൽ മാത്രമുള്ള ഇത്തിരി സ്ഥലക്കുറവ്, കാരണം ഇത് ബാക്കിലോട്ട് ഇറക്കിയിട്ട് പണിതേക്കുന്ന വീട്, ഫ്രണ്ടിൽ അത്രയും സ്ഥലം കിട്ടാൻ വേണ്ടി. കാരണം ഫ്രണ്ടാണല്ലോ നമുക്ക് വ്യൂ, ബാക്കിൽ ഇപ്പോൾ സ്ഥലം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത്രേ ഉള്ളൂ. നമുക്ക് ഫ്രണ്ടിലോട്ടാണ് ശരിക്കും സ്ഥലം വേണ്ടത്. അത് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം കാണണ്ടേ. ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിങ്ങനെ ബാക്കിലോട്ട് ഇറക്കിയിട്ട് പണിതേക്കണം. അപ്പുറത്ത് ഇപ്പോൾ ഒരു വീട് പണിയണമെങ്കിൽ അവിടെ ഒരു വീട് പണിയുകയും ചെയ്യാം. അപ്പോൾ 2 ഗുണങ്ങളുണ്ട്. നമ്മളിത് ഇത്തിരി ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ സ്ഥലമില്ലാണ്ടായി പോകും. അപ്പോൾ നമുക്ക് അവിടെ ഒരു വീട് പണിയണമെന്ന് തോന്നിക്കയറണമെങ്കിൽ, ഇപ്പോൾ 2 മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് അവിടെ ഒരു വീട് പണിയണമെന്ന് തോന്നി അവിടെ ഒരു വീട് പണിയുകയും ചെയ്യാം. കണ്ടോ അതിനുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ. കണ്ടോ അവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് ദർശനോട്ടോ അല്ലെങ്കിൽ അപ്പുറത്തോട്ട് ദർശനോട്ടോ എങ്ങാട് വേണമെങ്കിലും ഒരു വീട് പണിയാൻ പറ്റും. അതിനുള്ള കംപ്ലീറ്റ് ഉണ്ട്. കണ്ടോ വീടെന്ന് വെച്ചാൽ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി, നിങ്ങൾ നേരിട്ട് കാണാം. അത്രയും നല്ല ലുക്ക് ഒരു വീടാണിത്. കണ്ടോ എന്താ ഒരു ഭംഗിയല്ലേ. ഇവിടെ വേണമെങ്കിൽ കണ്ടോ നിങ്ങൾക്കൊരു പൂന്തോട്ടം ഉണ്ടാക്കണമെങ്കിൽ പൂന്തോട്ടം ഉണ്ടാക്കാം. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇതേവിട്ട് വാഴയും കാര്യങ്ങളും പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യുക. അതുമല്ല അവിടെ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ വീട് വെക്കാം. മൊത്തം 15.5 സെൻറ്റ് സ്ഥലമാണ്. ഇവിടേക്കാണെങ്കിൽ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ല, ഇതൊക്കെ അങ്ങോട്ട് വളർന്ന് വലുതായി കഴിഞ്ഞാൽ വീടിൻ്റെ ലുക്കേ മാറി. അത്രയും നല്ല വീടാണിത്. അതെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു 6 മാസമായിട്ടുള്ള ഈ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ വീടിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞ്. ഇനി ആരും വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല, ഡീറ്റെയിൽ പറഞ്ഞില്ല എന്നൊന്നും പറയരുത്.